നമസ്കാരം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നെടുമങ്ങാട് പാലോട് ക്ഷേത്രത്തിൽ ഗണഗീതം ചൊല്ലിയതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായി. അത് ചോദ്യം ചെയ്യുന്നത് അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. ആ ബ്രാഞ്ച് സെക്രട്ടറി പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി RSSകാർ അയാളെ ഉപദ്രവിച്ചു എന്ന തരത്തിലാണ് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ കുറേ സമയം ഈ വാർത്ത ആഘോഷിച്ചത്. പക്ഷേ ഇവരുടെയൊക്കെ അണ്ണാക്കി കോലിട്ട് കുത്തിയിട്ടും ഈ ബ്രാഞ്ച് സെക്രട്ടറിയുടെ പേര് പറയാൻ മാത്രം അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഒടുവിൽ അവർക്ക് ഈ ബ്രാഞ്ച് സെക്രട്ടറിയുടെ പേര് പറയേണ്ടി വന്നു. ഷാൻ എന്നു പേരുള്ള ഒരു മുസ്ലിം നാമധാരിയാണ്. ഇവിടെയാണ് സ്വാഭാവികമായിട്ടൊരു സംശയം വരുന്നത്. ക്ഷേത്ര കാര്യങ്ങളിൽ എന്താണ് ഒരു മുസ്ലിം നാമധാരിക്ക് കാര്യം? ശരി, ഇനിയിപ്പോൾ ക്ഷേത്രത്തിൽ ഗണഗീതം ചൊല്ലിയതുമായി ബന്ധപ്പെട്ടാണ് ഒരു പ്രശ്നം ഉണ്ടാവുന്നത് എന്ന് തന്നെ വെക്കുക. അതല്ല, ഗണഗീതം തന്നെ ആവണമെന്നില്ല. ഇനി CPMൻ്റെ ഒരു വിപ്ലവാനം പാടിയാലും, കാരണം ഇവരാണ് ഇതെല്ലാം തുടങ്ങി വെച്ചത്. അവർക്കറിയാമല്ലാത്ത പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് പാടി ക്ഷേത്രങ്ങളിൽ ഒരു കലാപത്തിന് ശ്രമം തുടങ്ങിയത് ഗണഗീതമൊക്കെ ചൊല്ലിത്തുടങ്ങിയതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെയാണ്. അപ്പോൾ അവരാണ് ഇതിനെല്ലാം തുടക്കമിട്ട് കൊടുത്തത്. ഒരുപക്ഷേ അതിന് മറുപടി എന്ന തരത്തിലായിരിക്കും ഗണഗീതം ക്ഷേത്രങ്ങളിൽ ചൊല്ലിത്തുടങ്ങിയത്. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ഒന്നൊരു കൃത്യമായും ഒരു പാർട്ടി വിപ്ലവ ഗാനം അല്ലെങ്കിൽ പാർട്ടിക്കാരെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗാനമാണ് എങ്കിൽ ഗണഗീതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും രാജ്യസ്നേഹം ഉറക്കെ വിളിച്ച് പറയുന്ന വരികൾ കൊണ്ട് മാത്രമുള്ള ഒരു ഗീതമാണ്. അതിൽ RSSനെ പറ്റിയോ BJP പറ്റിയോ യാതൊരു പരാമർശവുമില്ല. രാജ്യത്തെ സ്നേഹിക്കുന്ന ആ വരികൾ മാത്രമുള്ള ഒരു പാട്ടാണ്. അപ്പോൾ അത് ചൊല്ലി എന്ന് പറഞ്ഞിട്ടാണ് ക്ഷേത്രത്തിൽ പോയി ഈ ബ്രാഞ്ച് സെക്രട്ടറി ഷാൻ ചോദ്യം ചെയ്തിരിക്കുന്നത്. അവിടെയാണ് സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സംശയം ഏവർക്കും ഉണ്ടാവുന്നത്. ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ഒരു മുസ്ലിം നാമധാരിക്ക് എന്താണ് കാര്യം? ഇനി അവിടെ ഗണഗീതം ചൊല്ലിയത് ഇഷ്ടപ്പെട്ടില്ല അഥവാ പ്രശ്നമായി എങ്കിൽ ശരി, ഓക്കെ, ആയിക്കോട്ടെ. അത് CPMലുള്ള ഹിന്ദുക്കൾക്ക് ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ ഇനി കോൺഗ്രസ്സിലുള്ള ഹിന്ദുക്കൾക്ക് ചോദ്യം ചെയ്യാം, BJPയിലുള്ള ഹിന്ദുക്കൾക്ക് ചോദ്യം ചെയ്യാം, മുസ്ലിം ലീഗിൽ ഹിന്ദുക്കളുണ്ടെങ്കിൽ ആ ഹിന്ദുക്കൾക്ക് വേണമെങ്കിൽ ചോദ്യം ചെയ്യാം. പക്ഷേ ഒരു മുസ്ലിം നാമധാരിക്ക് അത് ചോദ്യം ചെയ്യാൻ എന്ത് അവകാശമാണുള്ളത്? കേരളത്തിൽ 100 കണക്കിന് മദ്രസ പീഡനങ്ങൾ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, നാളെ നടക്കും. പക്ഷേ അതിൻ്റെ പേരിൽ ഇന്ന് വരെ ഒരു ഹിന്ദുവും ഏതെങ്കിലും ഒരു മദ്രസയിലേക്ക് മാർച്ച് നടത്തുകയോ ഇതിനെ ചോദ്യം ചെയ്യുകയോ ഉണ്ടായിട്ടില്ല. ഈ ഷാൻ എന്ന് പറഞ്ഞ ബ്രാഞ്ച് സെക്രട്ടറിക്ക് അത്തരമൊരു കാര്യം ചെയ്യാം. കാരണം അവന് ധൈര്യമായിട്ട് ഇടപെടാൻ പറ്റുന്ന ഇടങ്ങൾ അവൻ്റെ മദ്രസകളും മോസ്കുകളും പള്ളിക്കമ്മിറ്റി മഹല്ല് കമ്മിറ്റിയൊക്കെയാണ്. അവിടെ ആരും അവനെ ചോദ്യം ചെയ്യില്ല, ആരും അവനെ കയ്യേറ്റം ചെയ്യില്ല. മറിച്ചൊരു മുസ്ലിം നാമധാരി ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിൽ ഇതേപോലെ കാര്യങ്ങൾ നടക്കുമ്പോൾ ചോദ്യം ചെയ്യാൻ ചെന്നാൽ ചിലപ്പോൾ തിരിച്ചും അവർ ചോദ്യം ചെയ്യും, താടിക്കെട്ട് തട്ടിയെന്നിരിക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ മനഃപൂർവ്വം CPM ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയായിരിക്കണം ഗണഗീതം ചൊല്ലിയപ്പോൾ അവിടെ ഒരു മുസ്ലിം നാമധാരിയെ പറഞ്ഞു വിട്ടത്. അല്ലാതെ അവരുടെ കൂട്ടത്തിൽ വേറെ ഹൈന്ദവരില്ലാത്തതുകൊണ്ടൊന്നും അല്ലല്ലോ. ഇനി എന്ത് കാരണം പറഞ്ഞിട്ടാണെങ്കിലും ശരി, ഒരു മുസ്ലിം നാമധാരിക്ക് ക്ഷേത്രത്തിൽ ഒരു കാര്യവുമില്ല. ക്ഷേത്രത്തിൽ ചെല്ലുകയും അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യേണ്ടത് ക്ഷേത്രവിശ്വാസികളാണ്, അല്ലെങ്കിൽ ആ ഹൈന്ദവ വിശ്വാസികളാണ്. വിശ്വാസമുള്ളവർ മാത്രം പോയാൽ മതി. നമുക്കറിയാം, ഇവിടെ ശബരിമല വിഷയത്തിൽ പോലും വനിതാ മതിൽ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി നിന്ന കൂട്ടത്തിൽ ചാക്കുധാരികളും പർദ്ദാധാരികളും വരെ ഉണ്ടായിരുന്നു. അവർക്കതിൻ്റെ ഒരു ആവശ്യവുമില്ലായിരുന്നു. അപ്പോൾ ഹിന്ദുവിൻ്റെ കാര്യത്തിൽ സകല അണ്ടനും അടകോടനും എല്ലാം കയറി കാര്യം ചോദിക്കാം, തിരിച്ചാവാൻ പറ്റില്ല എന്നൊരു ധാരണയായിരുന്നു ഇവിടെ കുറേ കാലമായിട്ട് നിലനിന്നിരുന്നത്. എന്നാൽ അതൊക്കെ മടക്കി കൂട്ടി ചുരുട്ടി പോക്കറ്റിലേക്ക് വെച്ചോ, അതിന് പറ്റില്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ ഉണരുന്ന ഒരു ഹൈന്ദവ സമൂഹം ഉറക്കെ വിളിച്ച് പറയുന്നത്. നോക്കൂ, ഈ നെടുമങ്ങാടുള്ള ഏരിയ കമ്മിറ്റിയുടെ CPM പേജ് ഇത് വലിയ നീട്ടിപ്പിടിച്ച് അവരൊരു പോസ്റ്റ് ഇട്ടു. പക്ഷേ അതിൻ്റെ താഴത്തെ മുഴുവൻ കമൻറ്റുകളും അവർക്കും ഈ ഷാനുമെതിരെയായിരുന്നു. ഇയൊക്കെ എന്ത് കാര്യമാണ് ക്ഷേത്രത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നാൽ ചോദ്യം ചെയ്യാൻ? ശരി, ക്ഷേത്രത്തിൽ ഗണഗീതം ചൊല്ലുന്നത് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ ഹൈന്ദവ വിശ്വാസികൾ എതിർക്കട്ടെ, ഒരു മുസ്ലിം നാമധാരിക്ക് എന്താണ് കാര്യം? അപ്പോൾ അവർ കലാപത്തിന് മനഃപൂർവ്വം ശ്രമിച്ചതാണ് എന്നാണ് അവിടെ വരുന്നത്. ഇനി തല്ല് കിട്ടിയെങ്കിൽ കണക്കായി പോയി. ഇനിയും ഒരു മുസ്ലിം നാമധാരിയോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ നാമധാരിയോ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് ക്ഷേത്രത്തിൽ വരേണ്ടതില്ല. ഇവിടെ ഹിന്ദുക്കളെല്ലാവരും മരിച്ചു പോയോ? ഇല്ലല്ലോ, ഇനിയും ഉണ്ടല്ലോ. അവരാരെങ്കിലും ചോദ്യം ചെയ്തോളും. അല്ലാതെ അഹിന്ദുവായിട്ടുള്ള ഒരാൾക്ക് എന്താണ് ക്ഷേത്രത്തിൽ കാര്യം എന്ന തരത്തിലാണ് മുഴുവൻ കമൻറ്റുകളും. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഒരുപക്ഷെ ഹിന്ദു ഇങ്ങനെ പ്രതികരിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് ബോധം വെച്ചു എന്ന് തോന്നുന്നു. ഒരുപാട് കമൻറ്റുകൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കും. മദ്രസയിലോ മുസ്ലിം പള്ളിയിലോ അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിയിലോ ഒക്കെ ഈ തർക്കങ്ങൾ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടാവുമ്പോൾ ഒരിക്കലും ഒരു അമുസ്ലിമോ അതിന് പുറത്തുള്ള ഒരാളോ അവിടെ ചെന്ന് ഈ തർക്കം പരിഹരിക്കാനോ അല്ലെങ്കിൽ എതിർക്കാനോ ഒന്നും ചെല്ലാറില്ലല്ലോ. ഇതുവരെയും അങ്ങനെ സംഭവിച്ചിട്ടില്ല, ലോകത്തൊരിടത്തും സംഭവിച്ചിട്ടില്ല. അപ്പോൾ തിരിച്ചും അങ്ങനെ പാടില്ല. അങ്ങനെ ചെയ്തുകൊണ്ടാണല്ലോ ഇപ്പോൾ അവർക്ക് പ്രതികരിക്കേണ്ടി വന്നത്. ഇത് ഒരു പാഠമാവണം എല്ലാവർക്കും. ക്ഷേത്രകാര്യങ്ങൾ
ക്ഷേത്രവിശ്വാസികൾക്കുള്ളതാണ്, മറ്റുള്ളവർക്കുള്ളതല്ല.